പൊന്നു ഓടി വാ. ഓടി വാ. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എവിടെ ഉള്ള പോലെ ഉണ്ടല്ലോ. എന്താ സംഭവം? എന്താ എന്താണ് മിസ്സേ? മിസ്സിനെ കാണുന്നില്ലല്ലോ. ബിസിന് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണുള്ളൂ. ആ, ആരൊക്കെയാ? അഖില, അഷിത, ഫരീദ, ഫർഷിദ, ഫാസില, ദെൻ ഫാത്തിമ, ഫൗസിയ, ജസീന, ജാസ്മിൻ, റമീസ, സനീസ, സനിയ, ഷൈല, ഷർമിന. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് കുറേ പേര് വീഡിയോ കോൺ ചെയ്തിട്ട് ഇരുന്ന് കാണും. കാണുമ്പോ തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞതായിരുന്നു. ആ, ആ, ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ എക്സാം പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ഞങ്ങള് ഫരീദ, ഫരീദാനെ ഇന്നലെ ഉണ്ടല്ലോ. ഫരീദാൻ എന്നും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ കാണില്ലേ? കാണുന്നുണ്ട്. ഇന്നലെ കണ്ടിരുന്നു എന്നാ പറഞ്ഞേ കേട്ടാ. ATTCയുടെ എന്തോർ ആ സെഷനില്. മിസ് ഈ എന്താ പറയാ നമ്മള് ഇങ്ങനെ കറങ്ങണാണ്, കസാര കറങ്ങണതാ മിസ് ഇരിക്കണ കസാര. എനിക്ക് ചിരി വരാം മിസ്സിന്റെ ഇളക്ക് കണ്ടിട്ട്. ആ മുഹസിനെ ഉണ്ടോ ഇവിടെ? ഓനെ കണ്ടിട്ടാണെങ്കിൽ അതിനേക്കാളും ചിരി വരുന്ന. ഞാൻ നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കേറിയതാ. അപ്പൊ അങ്ങനെ സംസാരിച്ചിറങ്ങിയതായിരുന്നു കേട്ടാ. എന്തായാലും സന്തോഷം. നല്ല ഭയങ്കര ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഓക്കെ. എനിവേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്പർ 1 ട്രെയിനിങ്, ഓൺലൈൻ ട്രെയിനിങ്, ഓഫ്ലൈൻ ട്രെയിനിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ലെറ്റർ കിട്ടിയോ? ഇല്ല. ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് നുസ്രത്ത് മിസ്സിന്റെ ഒരു ഡെമോ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ദെൻ ഓൺലൈൻകാർക്ക് ഈ ആഴ്ച തന്നെ ഒരു സെഷൻ ഉണ്ടാവും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയും. എ ടി ടി സിക്കാർക്ക് സ്പെഷ്യൽ വേറെ തന്നെ തരേണ്ടി വരും മിക്കവാറും. ബിക്കോസ് നിങ്ങൾ അബാക്കസ് ആണല്ലോ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ രീതിയിൽ പറഞ്ഞുതരും. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാം. എല്ലാവരും ഓൺലൈൻ ട്രെയിനിങ്ങിലുള്ളവരൊക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ലാസ്റ്റ് വന്നിട്ട് അയ്യോ മിസ്സേ എനിക്ക് ഓൺലൈനാന്നൊന്നും വന്ന് പറയരുത്. സോ കുട്ടികളൊക്കെ റെഡിയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് തരേണ്ട ഒരു താമസേ ഉള്ളൂ. അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാക്ടീസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഞാൻ തന്ന മൊഡ്യൂൾസ് വെച്ചിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും മൊഡ്യൂൾ ആയിരിക്കുമല്ലോ എടുക്കേണ്ടി വരിക കേട്ടാ. ഓക്കെ. ബിക്കോസ് ചില പാരന്റ് പറയും ഇത് ഓൾറെഡി നിങ്ങൾ മൊഡ്യൂൾ കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഇങ്ങനെ കളേഴ്സ് അല്ലെ, ആനിമൽസ്, അങ്ങനെ ചെറുതൊക്കെയാണ്. അപ്പൊ അതൊക്കെ അറിയുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പാരന്റ്സ് പറയും ഇത് വേണ്ട, എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചോദിക്കാൻ ജസ്റ്റ് ഇതാണ് നമ്മുടെ മൊഡ്യൂൾസ്, കുട്ടിക്ക് ഇത് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചു തരാന്ന് പറയാം. ഒരു ട്യൂഷൻ പോലെ അവർക്കുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചാൽ മതി കേട്ടാ, അവർ പറയുന്ന പോലെ. ദെൻ അത്രയും കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? ഇല്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഓ ശരി, എന്നാ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പോവാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഇങ്ങനെ എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ പോണം എന്നുള്ളത് പറഞ്ഞു പോവാട്ടോ. പക്ഷെ മിസ് 2 more pages നോട്ട് ഞാൻ മിസ്സിന് മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ ഫൈൻ, അത് ഞാൻ അയച്ചു തരും കേട്ടാ. ആ, അത് ഒരു ടെക്സ്റ്റ് 3-4 പേജ് നോട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മിസ്സിന് ഫോട്ടോ അയച്ചിട്ടുണ്ട്. നോക്കിയാൽ PTA-ക്ക് ശേഷമുള്ള ഭാഗമാണ് അല്ലേ? PT വരെ മെസ്സ് തന്നിട്ടുള്ളൂ. ഓക്കെ, ബാക്കി തരാം കേട്ടോ. ഞാൻ മിസ്സിനെ റിമൈൻഡ് ചെയ്യണോ? വേണ്ടല്ലോ, വേണോ ഇനി? അടുത്ത സെഷന് മുമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യട്ടാ.
ഒരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾക്ക് ഈ ക്ലാസ് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണോ ഈ പ്രീ പ്രൈമറിയുടെയും ഈ ട്രെയിനിങ് പോകുമ്പോ? ആ അത് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ സബ്ജക്ട് ഏത് ഓൾറെഡി കഴിഞ്ഞല്ലേ, അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. നോക്കട്ടെ, ഞാൻ പറയാം കേട്ടോ. ഒക്കെ ട്രെയിനിങ്ങിന്റെ ആ ഒരു സെഷനിൽ ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് പഠനത്തിലൂടെയാണ്. ആ ഫസ്റ്റ് പാരഗ്രാഫ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ആ ഫുൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. അവിടെ മിക്കവാറും വരുന്നത് എന്തായാലും എന്തായിരിക്കും, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ത്രൂ ഡാഷ് എന്ന് തന്നെയായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ വരാ വാട്ട് എ സ്കൂൾ ഓർഗനൈസേഷൻ. അപ്പൊ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇതാണ് സ്കൂൾ ഓർഗനൈസേഷൻ സംവിധാനമാണെന്ന് പറഞ്ഞില്ലേ, അവിടെ വരെ നിങ്ങൾ എഴുതണം കേട്ടാ. വാട്ട് എ സ്കൂൾ ഓർഗനൈസേഷൻ. മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ത്രൂ ഡാഷ്. അങ്ങനെ വന്നാല് മലയാളത്തിൽ എഴുതുന്നവര് പഠനത്തിലൂടെ എന്നാണ് എഴുതേണ്ടത് കേട്ടാ. ലേണിംഗ് കൊണ്ടുപോയി എഴുതരുത്. അപ്പോ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ ലേണിംഗ് എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് പേർപ്പസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ എന്നതായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ നിങ്ങൾക്ക് ഒരു 2-3 പേജ് അങ്ങനെ എഴുതി വെക്കും. താല്പര്യമുള്ളവർക്ക് അങ്ങനെ എഴുതി വെക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടിട്ടുണ്ട് ഓൾറെഡി. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിലർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, കുറെ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെച്ചിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഹെൽപ്പ് ആവും. ഓക്കെ. അടുത്തത് പറയുന്നത് അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് അവിടെ പർപ്പസ് പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തെയും രാഷ്ട്രത്തോടുമുള്ള കർത്തവ്യം നിറവേറ്റാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് അല്ലെ. അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് എയിം ആണ്. വാട്ട് ഈസ് ദ എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഗോൾ ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. രണ്ടിന്റെയും ആൻസർ ഇത് തന്നെയാണ്. ലക്ഷ്യം എന്ന് അർത്ഥമാക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അതായത് ഇത് നമ്മൾ കുറെ പറഞ്ഞു. സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ സ്കൂളിൽ നടക്കുന്ന, ഒന്ന് പഠനമാണ്, മറ്റൊന്ന് പ്രവർത്തനമാണ്. വിദ്യാഭ്യാസത്തെയും പ്രവർത്തനത്തെയും വേർതിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി ഊന്നൽ കൊടുക്കുക. നിങ്ങൾക്ക് അത് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാ, ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അതാണ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ ആട്ടാ. അടുത്തത് എന്താ, ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ ആണ് ചോദ്യം വരിക. വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ വന്നേക്കാം, പറയാൻ പറ്റൂല. ഓക്കെ. അത് ഫങ്ഷൻസ് ആണ്. അത് അത്രയും പോയിന്റ്സ് 1 to എവിടെ 8 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടാ. മുഴുവൻ എഴുതണം. ഞാൻ ചാലഞ്ച് ചോദിക്കുമ്പോൾ 2 പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണേ. എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് എഴുതണം. അടുത്തത് ഓക്കെ. അടുത്ത് വന്നിരിക്കുന്നത് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കൊണ്ടാണ് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ അത് ഞാൻ നിങ്ങൾക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഡാഷ് ഈസ് ദ അങ്ങനെ എന്തോന്ന് വന്നിട്ടുണ്ടായല്ലോ, വന്നിട്ടുണ്ടായിരുന്നില്ലേ? പറയൂ. ഫസ്റ്റ് തന്നെ എന്തോ ഒരു ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. അതാണ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ ചാൻസ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് എന്താണ് എഴുതുക. ഓക്കെ. വിദ്യാലയ ഭരണം കാര്യക്ഷമമാക്കുവാൻ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയ വിദ്യാഭ്യാസത്തിലെ സ്ഥാപനാസൂത്രണമായി കണക്കാക്കാം. മിസ് ഒരു ഡൗട്ട് ഉണ്ട്. ആ മിസ് തന്ന നോട്ടില് സ്കൂൾ പ്ലാൻ എന്നാണ് മാസ്റ്റർ പില്ലർ ഓഫ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മിസ് പിന്നെ ഞങ്ങൾക്ക് നോട്ട് വിട്ടില്ലേ, ആഹാ അതിന്റെ അത് സ്കൂൾ സിസ്റ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ കുറച്ച് സ്റ്റുഡൻസ് എന്റെ അടുത്ത് ചോദിച്ചതിൽ ഏതാ എഴുതേണ്ടുള്ളത്, രണ്ട് സെയിം ആണോ? സ്കൂൾ പ്ലാൻ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തപ്പോഴും മിസ് ശ്രദ്ധിച്ചായിരുന്നു, ചില ആളുകൾ സ്കൂൾ സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. അത് രണ്ടും ഒരു നോട്ടാണോ, രണ്ടും നോട്ട് തന്നെയല്ലേ, അതുകൊണ്ട് സെയിം ആണെന്ന് വിചാരിക്കും. അത് കുഴപ്പമില്ല. സ്കൂൾ പ്ലാൻ ആണ് എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കാം. പ്ലാൻ ആണ്. ഓക്കെ.
ഇനി ഏറ്റവും പ്രധാന ഇമ്പോർട്ടന്റ് പാർട്ട് ഏതാന്ന് ചോദിക്കും അല്ലെ. ഡാഷ് ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ സ്കൂൾ ഓർഗനൈസേഷൻ എന്നോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അതിന്റെ ആൻസർ സ്കൂൾ പ്ലാൻ ആണ് വേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പിന്നെ ഫാക്ട്. എന്താണ് അടുത്തത് നെടുംതൂണ്. അത് മിക്കവാറും മാസ്റ്റർ പില്ലാസ് എന്നോ അല്ലെങ്കിൽ മെയിൻ പില്ലാസ് എന്നോ ആയിരിക്കും ചോദിക്കുക. അത് ചോദിച്ചത് വളരെ കുറവാണ് ഇതൊരു അങ്ങനെ ഒരു തവണയോ മറ്റോ ചോദ്യം വന്നിട്ടുള്ളൂ. എങ്കിലും നമുക്ക് പഠിക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ. ഒരു വിദ്യാഭ്യാസ സ്ഥാപന എന്താണ് സംവിധാനം മെയിൻ പില്ലേഴ്സ് എന്താണ്? മെയിൻ പില്ലാസ് എന്ന് വരും, അല്ലെങ്കിൽ മാസ്റ്റർ പില്ലാസ് എന്ന് വരും. ഓക്കെ ഇതൊക്കെ ഒന്ന് പയ്യെ പറഞ്ഞു പോണേ മിസ്, എഴുതാ ഒരു ഗ്യാപ്പ്. ഓക്കെ ശരി ശരി. മെയിൻ പില്ലർ അല്ലെങ്കിൽ മാസ്റ്റർ പില്ലർ, നെടുന്തൂണ് എന്നുള്ളതിന് അവർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, പില്ലർ എന്നിട്ട് നിങ്ങൾ അത് എഴുതുക. അടുത്ത എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ഭാഷാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം കേട്ടാ. ഓക്കെ അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളും ഉണ്ട് ഇതിനകത്ത്. ആ കാര്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇട്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു എയിമിന് പകരം ഒബ്ജക്റ്റീവ്സ് എന്ന് ഇട്ടപ്പോഴത്തേക്കും മിസ്സല്ല വേറൊരു മിസ് നടത്തിയപ്പം അപ്പൊ എന്റെ അടുത്ത് നമ്മളതിൽ മിക്കവാറും എയിമോ അല്ലെങ്കിൽ ഗോളോ ആണ് ഗോള് വരാൻ കേട്ടാ. ചില ആൾക്ക് കൺഫ്യൂഷൻ വരും ഒബ്ജക്റ്റീവ് എന്നിടുമ്പോ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പല വിധത്തിലും പറഞ്ഞിരുന്നു കേട്ടാ. ആ ഒരു ഡൗട്ട് മലയാളം എഴുതുന്നവർക്ക് മിക്കവാറും ആ ഡൗട്ട് വരാം. ഇനി അടുത്തത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപന സംവിധാനത്തിൽ വിദ്യാലയത്തിന്റെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇനി വരാൻ പോകുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ അഥവാ ഫിസിക്കൽ കണ്ടീഷൻസ്. ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. ഫിസിക്കൽ കണ്ടീഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്. എന്തുവാടാ ഇവിടെ നടക്കുന്നേ? ഞാൻ ഇപ്പഴാ കേറിയേ. പയ്യെ വന്നാ മതിയടി, ആവശ്യമുള്ള ക്ലാസ്സിലൊന്നും നീ നേരത്തെ കയറത്തില്ല, പണ്ടേ ഉള്ളതാ നിനക്ക്. എന്തുവാടാ? ഒന്നുമില്ലടാ, റിവിഷൻ നടക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നും. റിവിഷൻ അല്ലടാ മെയിൻ. ഇപ്പൊ നമുക്ക് റിവിഷൻ തന്നെ മെയിൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നുണ്ട് മിസ്. നീ റെക്കോർഡ് കയറി ഒന്ന് കേൾക്കണേ. ഓക്കെ. ഹലോ ഹലോ ഹലോ. ഓക്കെ, റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാരും മനസ്സിലാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ വിത്തിൻ 2 days ഓർ 3 days കൊണ്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഒരുപാടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്താണ് ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് സ്കൂൾ. അതായത് ഒരു സ്കൂളിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇത് മിക്കവാറും essay ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ഏതാ വരാന്നറിയില്ല, ഏറ്റവും ചാൻസ് ഉള്ളത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ആസ്ഥാനം തൊട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് തീരുന്നത്രയും വരെ നിങ്ങൾ എഴുതണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്ര എഴുതാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോ ഈ ഒരു എന്താണ്, ഹൗ മച്ച് ലാൻഡ് ഇസ് നീഡ് ഫോർ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഹൈ സ്കൂൾ അല്ലെങ്കിൽ ആ റൂറൽ ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് തറോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. അതുപോലെ എങ്ങനെ എസ് ആയിട്ട് ചോദിക്കുമ്പോഴേ ആ ഈ ക്ലാസ് അതൊക്കെ റൂം അറേഞ്ച്മെന്റ് അതും എഴുതണോ? സൈസ് ലൈറ്റ് എല്ലാം എഴുതണം, എല്ലാം എഴുതണം. ഈ ആസ്ഥാനം തൊട്ട് എൻഡിങ് വരെ എഴുതണം കേട്ടോ. 15 മാർക്കൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. നന്നായിട്ട് എഴുതും. ഓ ജന്മിച്ചാ 3 hours എക്സാം എത്ര മണിക്കൂറാ? 2.5. 2.5 ഉള്ളൂ. 3 hour ചാടി പിടിച്ച് എഴുതുക കേട്ടോ. നിങ്ങൾ എവിടെയും ചിന്തിച്ചിരുന്ന് ആകാശം നോക്കി ഇരിക്കരുത്. അതേ ഉള്ളൂ എന്റെ ഒരു റിക്വസ്റ്റ്. പലരും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വെറുതെ കളിച്ചിട്ട് ലാസ്റ്റ് ഒരു ഓ മൈ ഗോഡ്, അത് കാണുമ്പോൾ സങ്കടാവും. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയല്ലേ. അതാ ഓപ്ഷൻസ് എസ്സേക്ക് മാത്രം ഓപ്ഷൻസ് ഉണ്ടല്ലേ? അത് ഉറപ്പൊന്നുമില്ല, പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോ അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ മാറാനും ചാൻസ് ഉണ്ട്. ഓക്കെ അതിലായിരുന്നു പോയി കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മള് അത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ള സമാധാനത്തെക്കാൾ നല്ലത് മറ്റെങ്ങനെ വരും എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു സമാധാനമല്ലേ, മറ്റെങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ശരി, എഴുതാലോന്ന് വിചാരിച്ചിരുന്നയാ. ചടപടീന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അതൊക്കെ എഴുതി കഴിഞ്ഞ് വരുമ്പോ പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. പ്രീ സ്കൂളിന് വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? താഴത്തെ മാത്രം എഴുതരുത്. എ മുതല് എത്രയാ 7 points ഉള്ളത് വരെ എഴുതണം. അതായത് പോയിന്റ്സാ പറഞ്ഞ കേട്ടോ, ആ ഇടയിലുള്ളത് നിർബന്ധമില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ
ഒരു പ്രീ സ്കൂൾ സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. താഴത്തേതാണ് ആക്ച്വലി അവിടെ കൊടുത്തിരിക്കുന്നത് പ്രീ സ്കൂളിന്റെ സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റത് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് A to G വരെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? പലർക്ക് ഡൗട്ട് ആണ് കുറെ രണ്ട് രീതിയിൽ ഇങ്ങനെ പോയിന്റ്സ് തന്നിരിക്കുന്നത് എന്നുള്ളത്. കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് A to G വരെ പറഞ്ഞിരിക്കുന്നത്. ഇനി 1 to 7 വരെ പറഞ്ഞിരിക്കുന്നത് അതിൽ പുറമേ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? പ്രീ സ്കൂളിന് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പ്രീ സ്കൂളിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ A മുതൽ 7 വരെ എഴുതണം. മനസ്സിലായില്ലേ? ഓക്കെ, മറ്റേതിന് പുറമെയാണ് പറഞ്ഞിരിക്കുന്നത്. പുറമെ എന്ന് പറയുമ്പോൾ അതും ഇതും എന്നാണ് അതിന് അർത്ഥം മിസ് വരിക. ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിച്ചാൽ രണ്ട് മൊത്തം എഴുതണോ? ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിച്ചാൽ ഇത് മൊത്തം എഴുതണം, ഇത്രയും പോയിന്റ്സ് എഴുതണോ? ഷോർട്ട് ആൻസർ ആണെങ്കിലും ഏതാണെങ്കിലും ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് മൊത്തമായിട്ട് എഴുതണം കേട്ടോ. ഷോർട്ട് ആൻസർ ഇത് വരൂല. ഇത് മിക്കവാറും ഒന്നിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ പാരഗ്രാഫിലാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ്സ് ആണെങ്കിൽ പോയിന്റ്സ് തന്നെ എഴുതാം. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. ഈ 2 പോയിന്റ്സ് എഴുതണമെന്നാണോ പറഞ്ഞേ? രണ്ടും എഴുതണം. A to G-യും 1 to 7 എഴുതണം കേട്ടോ. പ്രീ സ്കൂളിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ. ഇനി അടുത്തത് മെയിൻ ആയിട്ട് ILTHE ഇൽദേ അല്ലെ നമ്മുടെ. അത് ഇൽദേ എന്ന് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്റർ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഐയും എല്ലും ടിയും എച്ചും ഇയും ഉറപ്പായിട്ടും ക്യാപിറ്റൽ ആയിരിക്കണം. കോമ ഇട്ടിട്ട് എഴുതാം. ഗ്യാപ്പ് ഇട്ട് എഴുതാൻ നിൽക്കണ്ട. കാരണം ഒരുമിച്ച് ആയി പോണ്ട. ഓരോരുത്തരുടെ ഗ്യാപ്പ് ഒക്കെ വളരെ കുറവാണെങ്കിൽ ഒരുമിച്ച് എഴുതിയ പോലെ ഉണ്ടാവും. സോ എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു കോമ ഇട്ടിട്ട് എഴുതി കൊടുക്കുക. അടുത്തത് പിന്നെ കെട്ടിടങ്ങൾ അതൊക്കെ നോക്കുക. ദെൻ പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ക്ലാസ് റൂമിന്റെ സെറ്റിംഗ്സ് ആണ്. അത് മാത്രമായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്ലാസ് റൂമിന്റെ സെറ്റിംഗ്സ് വാട്ട് യു വാണ്ട്. നല്ല സുഖമുണ്ടല്ലേ? ശരി, അപ്പുറത്തൂടെ വാ. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കുക. അടുത്തത് ഉപകരണങ്ങളും സാങ്കേതികം, അതൊക്കെ അതിന്റെ ഭാഗമായിട്ടാ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ അഭികാമ്യമല്ല എന്ന് പറയുന്നിടത്തോളം വരെയാണ് നമ്മുടെ ഇത് തീരുന്നത്. പക്ഷെ ലാസ്റ്റിൽ ആ ഒരു കൺക്ലൂഷൻ കൂടി എഴുതിയാൽ തന്നെ ഉള്ളൂ നമുക്കൊരു സൂപ്പറായിട്ട് നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാം. ഓക്കെ, ഇത്രയാണ്. മിസ് ആ നോട്ടിൽ ഒരു നല്ലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ നോട്ട് അതേ കണക്ക് എഴുതി വെക്കും. അത് മിസ് എനിക്ക് തിരുത്തി തന്നെ അതൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി കേട്ടാ ജാസ്മിൻ. കാര്യം അത് അതിൻ്റെ ആയിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കമ്പനിയുടെ ബുക്കാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ കമ്പനിയുടെ ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് നോട്ട്സ് മിസ് ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ അകത്ത് ഈ എക്യുപ്മെന്റ്സും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കേടാ, അതൊന്ന് ഫോർവേഡ് ചെയ്യണം കേട്ടോ. അടുത്തതാണ് വിദ്യാലയത്തിലെ വിവിധ രേഖകൾ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പെട്ടെന്ന് എടുക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ്സ് തന്നെയാണ്. കളക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഓഫീസ് ഡോക്യുമെന്റ്സ് ആർ കോൾഡ് റെക്കോർഡ്സ്. അതൊരിക്കലും മറക്കരുത്. മൈൻഡിൽ ഇപ്പൊ തന്നെ ഫിക്സേഷൻ നടക്കട്ടെ. ഓക്കെ, അതായത് ഔദ്യോഗിക ഓഫീസ് രേഖകളുടെ ഒരു ശേഖരണമാണ് റെക്കോർഡുകൾ. ഓക്കെ, അപ്പം എന്താണ് റിപ്പോർട്ട്സ് എന്ന് നോക്കുമ്പോ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ. ഓക്കെ, ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇത് എന്തായാലും 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, അടുത്തത് വരുന്നത് സ്കൂൾ റെക്കോർഡുകൾ. ഇതിന് 3 ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഹൗ ഡസ് ദ സ്കൂൾ റെക്കോർഡ്സ് ഹെൽപ്സ് ദ സ്കൂൾ. ഹൗ ഡസ് സ്കൂൾ റെക്കോർഡ്സ് ഹെൽപ്സ് ദ സ്കൂൾ. റെക്കോർഡുകൾ സ്കൂളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് എങ്ങനെ എന്നുള്ളത്. അല്ലെങ്കിൽ ഹൗ. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നത് എന്തായിരുന്നു? അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ സ്റ്റുഡൻസിനെ ആയിരിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ. ഹൗ ഡസ് ഞാൻ എടുത്തു പറയാം, കാരണം അവിടെ വേറെ രീതി തന്നിട്ടുണ്ട്. ഹൗ സ്കൂൾ റെക്കോർഡ്സ് ഹെൽപ്സ് ദ സ്കൂൾ എന്നാണ് സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഹൗ ഡസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരണ്ട. സെയിം ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ്, അതില് ഒന്നുകിൽ സ്കൂള് അല്ലെങ്കിൽ കുട്ടികള് അല്ലെങ്കിൽ വിദ്യാർത്ഥികള്, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. ഇനി അടുത്തതിലേക്ക് വരുമ്പോ ചെറിയൊരു പാരഗ്രാഫ് അവിടെ നമ്മുടെ ഗവൺമെന്റിനെ കൊണ്ട് പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്. അത് അപ്പൊ പഠിക്കണ്ടേ? പഠിച്ചോ?
ഇതുവരെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ചോദിച്ചിട്ടില്ല ആ ഭാഗത്തുനിന്ന്. എങ്കിലും ഒന്ന് ഓടിച്ചു പോയി വെച്ചേക്ക്, അഥവാ ചോദിച്ചാലോ, അല്ലെ? ഓക്കെ, അടുത്തതാണ് അതുപോലെ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതല്ലേ മറ്റേ അറേഞ്ചിങ് ദ ലേണിംഗ് പ്രോസസ്, ഡിസൈഡിങ് ദ കരിക്കുലം, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, യെസ് യെസ്, അത് തന്നെ. അടുത്തതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ എവിടെ ഹൗ ക്യാൻ ഡോക്യുമെന്റ്സ് ജനറലി ക്ലാസിഫൈഡ്, വാട്ട് ആർ ദേ? എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു ഡോക്യുമെന്റ്സിനെ, എങ്ങനെയൊക്കെ ഇത് ഡോക്യുമെന്റ്സ്, ഈ 5 ഡോക്യുമെന്റ്സാ, ബാക്കി റെക്കോർഡ്സ് ജനറൽ ആണെന്നുള്ളത്. റെക്കോർഡ്സ്. ഓക്കെ, അപ്പൊ ഇതിനെ 5 തരംതിരിച്ചേക്കുന്നതാണ് നമ്മൾ 5 പഠിച്ചത്. ജനറൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ റിട്ടേൺ റെക്കോർഡ്, ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് ആണ്. ജനറൽ ഡോക്യുമെന്റ്, ഡോക്യുമെന്റ്സ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്, എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ ഫിനാൻഷ്യൽ. 5 ആദ്യം പോയിന്റ് ആയിട്ട് എഴുതുക. ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് അവിടെ എക്സ്പ്ലനേഷൻ വരുന്നത്. അത് എഴുതി കൊടുക്കുക. ഇതാരും ഞാൻ കോളമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളമായിട്ട് എഴുതരുത് കേട്ടാ, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കുറയും. ഇങ്ങനെ തന്നെ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ നോട്ട്ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ എഴുതുക കേട്ടാ. ഇവിടെ വേറെ ഒന്ന് പറയാനുള്ളത്, യെസ്, മാച്ച് ദ ഫോളോയിങ് കാണത്തില്ലേ? ഇതിന്ന് ഉറപ്പായിട്ടും അത് വേറെ വേറെ ഇതിന്ന് കൂടാതെ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്നും അങ്ങനെ അത് ആയിരിക്കും. ഏത് ചാപ്റ്റേഴ്സിൽ നിന്നും വരാം. ഓക്കെ, അത് ഞാനിപ്പോ ജസ്റ്റ് ഇതിന് ചാൻസ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ വരും എന്നുള്ളത് കേട്ടാ. ആ, ഓക്കെ, പൊതുവെ എല്ലാ പാഠത്തിൽ നിന്നും സമയം അതായത് മിക്സഡ് ആയിട്ടാ ഉണ്ടാവുക. ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിരിക്കൂല. ഇപ്പം വന്നിട്ടുണ്ടാവുക, ഇപ്പൊ ജനറൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ജനറൽ ഡോക്യുമെന്റിനെ പബ്ലിക് ഡോക്യുമെന്റ് എന്നും പറയും. അത് കണ്ടിട്ട് ഇത് ഞങ്ങൾ ഇതുവരെ കേട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ജനറൽ ഡോക്യുമെന്റിനെ ആണോ വാങ്ങിക്കാട്ടാ. ഓക്കെ, ജനറൽ ഡോക്യുമെന്റ് നമുക്ക് പബ്ലിക് ഡോക്യുമെന്റ് എന്നും പറയാം. അപ്പൊ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ പബ്ലിക് ഡോക്യുമെന്റ് തന്നിട്ടുണ്ടാവും. പിന്നെ ലോഗ് ബുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ലോഗ് ബുക്ക് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ഈ 5 ഈ ചേരുംപടി ചേർക്കാനായിട്ട് മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ഞാനിപ്പോ പറഞ്ഞു തരും. അതുപോലെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഇതാണ് ഒന്ന് തന്നെന്ന് വിചാരിക്കാം, പബ്ലിക് ഡോക്യുമെന്റ്. ഇനി അടുത്ത് വരുന്നത് മാസ്റ്റർ ടൈം ടേബിൾ എന്നായിരിക്കും, അപ്പുറത്തെ ടൈം ടേബിൾ എന്നായിരിക്കും ഉണ്ടാവുക എവിടെയെങ്കിലും. അപ്പൊ അതാണ് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ വരുന്നത് സൂപ്പർവിഷൻ ആയിരിക്കും, അപ്പുറത്ത് ഇൻസ്പെക്ഷൻ ആയിരിക്കും. അപ്പൊ അത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും കൂടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് തരിക. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മുന്നേ വന്നേയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇതിന്ന് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാല് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. എങ്ങനെ റൈറ്റ് അബൌട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്, അങ്ങനെ വന്നേക്കാം ക്വസ്റ്റ്യൻ വരും കേട്ടാ. ഞാൻ എല്ലാം ഒരു ഭാഗം വിട്ടാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണേ. അപ്പൊ അത്രയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനും വന്നേക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് റെക്കോർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ സ്കൂൾ, അല്ലെങ്കിൽ വാട്ട് ആർ ദ റെക്കോർഡ്സ് ടു പ്രിസർവ്ഡ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ സംരക്ഷിച്ചിരിക്കേണ്ട റെക്കോർഡുകൾ എത്രണ്ണം ഉണ്ട്? എത്രണ്ണം ഉണ്ട്? 3 13. യെസ്, മിടുക്കി ഫൗസിയ, കറക്റ്റ്. ഈ ഫൗസിയക്കാണോ ഫസ്റ്റ് കിട്ടിയേ? അതെ അതെ. വാവ്, അടിപൊളി, പൊളിച്ചടിക്കായിരുന്നു കേട്ടാ. എന്തായാലും സൂപ്പർ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ അയാദിയില് മറ്റുള്ള ഏതെങ്കിലും മീൻസ് നിങ്ങളുടെ ടീമിലാണ് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയത്. മീൻസ് ഇവർ വിട്ടുകൊടുക്കുന്നില്ല. ഈ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ലിസ്റ്റിൽ വന്ന കുറച്ച് ആൾക്കാർ, ഇവരെങ്ങനെയും ബാക്കിയുള്ളവരെ കയറി വരാൻ സമ്മതിക്കുന്നുണ്ടായില്ല. ശരിയല്ലേ? ബാക്കി ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ 10-25 പേരുണ്ടാവും 1 മാർക്കെങ്കിലും ഉള്ള ആൾക്കാർ. പക്ഷെ ഇവരൊരു തരത്തിലും വിട്ടില്ല. എന്തായാലും പൊളിച്ചടുക്കി. ആ ഒരു മത്സര ബുദ്ധി കൊള്ളാം. ഇനി സെക്കൻഡ് ചാപ്റ്ററിന്റെ നാളെ ഉണ്ടാവും കേട്ടാ. നാളെ ഉണ്ടാവില്ല, നാളെ എനിക്ക് കുറച്ച് ബിസി. എന്റെ ഉമ്മ വരുന്ന ദിവസമാണ്. റിക്വസ്റ്റ് ഉണ്ട്. ഒരു പ്രശ്നം. ഇത് എന്റെ മാത്രം റിക്വസ്റ്റ് ആയിരിക്കത്തില്ല, ആരും പുറത്ത് പറയാത്ത. മിസ്, ഈ ട്രെയിനിങ് കഴിയുന്നവരെ ഞങ്ങൾക്ക് ഇനി എക്സാം ടെസ്റ്റ് പേപ്പർ ഒന്നും വെക്കരുത് പ്ലീസ്. ഇല്ല, എഴുതാനുള്ളത് ഞാൻ തരുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ചാലഞ്ച് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കണമല്ലോ മിസ്സേ, ചലഞ്ച് ആണെങ്കിലും. അത് കുഴപ്പമില്ല, അത് തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് മൺഡേക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ.
അല്ല എന്നാലും ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് മിസ് പറഞ്ഞത്. ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾക്ക് ടൈം വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ആക്ച്വലി ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ബാക്കി ടീമിനൊന്നും ഇത്ര പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ ഈ പ്രശ്നമില്ല. ഇപ്പൊ അതിലോട്ട് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ മിസ് പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുമായിരിക്കും, അറിയാം. അതെ, ഈസിയാണ് അത്. ഓക്കെ, കാരണം ഒന്നാമത് നിങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ പറയുന്ന കേട്ടു ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് പറയണം എന്നൊക്കെ. അതിനൊന്നും ഇല്ല. ഇന്ന് പറഞ്ഞ നാളെ എടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സംഭവം പ്രിപ്പറേഷൻ, നാളത്തെ പോകുമ്പോഴത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടാവും. പക്ഷെ ഇതിനും പ്രിപ്പയർ ആവണം. എങ്കിലും അത്ര ടെൻഷൻ ആവല്ലേ, ആരും ആരും പാനിക് ആവരുത്. ചിലരൊക്കെ ഭയങ്കര ടെൻഷനാ, മിസ്സേ ഒന്ന് പെട്ടെന്ന് പറയും മിസ്സേ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂൾ ആയിട്ടിരിക്കുക. ഓൺലൈൻ ട്രെയിനിങ് ഭയങ്കര സിമ്പിളാ. ഓഫ്ലൈനിനെക്കാളും സിമ്പിളാണ് ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെതായ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ മീൻസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പിടിച്ചിരുത്താനുള്ള മാത്രം കഴിവ് മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനും നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര പെർഫെക്ഷൻ അങ്ങനെയൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, എങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്ക് മാർക്ക് വീഴുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ വാച്ച് ചെയ്യുന്നതെന്ന് ഓക്കെ, മറ്റേ presentation അതായത് നിങ്ങൾക്കാവുന്ന പോലെ ക്ലാസ് എടുക്കാം. ഓക്കെ, നന്നായിട്ട് ക്ലാസ് എടുക്കാം. ഭയങ്കര പാനിക് ആയിട്ട് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, നിങ്ങൾക്ക് പലതിനെ അത് ബാധിക്കും. ഇതിനെന്ന് മാത്രമല്ല, നിങ്ങൾ ലൈഫിൽ ഓരോ റുട്ടീൻസിനെ വരെ അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ടെൻഷനായി അങ്ങനെ ചെറിയൊരു പ്രിപ്പറേഷൻ എന്തായാലും വേണം. നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, ടീച്ചിങ് എയ്ഡ്സ് വേണം. അത് നിർബന്ധമായിട്ട് വേണം. എന്തെങ്കിലും ആയിട്ട് ടീച്ചിങ് എയ്ഡ് നിങ്ങൾ ഇപ്പൊ ഈ ഓരോ മൊഡ്യൂൾസിനും വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, അത് ഇപ്പോഴേ ഇതാക്കണേനേക്കാൾ നല്ലത് കുട്ടിയായിട്ട് ഒന്ന് പരിചയപ്പെട്ടിട്ട് ആ കുട്ടിക്ക് അത് വേണോന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ മൊഡ്യൂൾസിന് വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്ക് കുട്ടിക്ക് ആ മൊഡ്യൂൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ടൈമും എഫേർട്ടും ഒക്കെ വേസ്റ്റാ. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടാ. ഓക്കെ. ഇനി ഓക്കെ, കൂളായിട്ടിരിക്കുക. അടുത്തത് 13 രേഖകൾ. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വളരെ ചാൻസ് ഉള്ള മാച്ച് ദ ഫോളോയിങ്ങിന് വരാൻ ചാൻസ് ഉള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. വേഗം എഴുതിയെടുക്കുക. അത് ഞാൻ തന്നിട്ടുണ്ടാവുമല്ലോ ക്വസ്റ്റ്യനില്, ഇല്ല, തന്നിട്ടുണ്ടോ? ഓക്കെ, തന്നിട്ടില്ല. ജനറൽ ഡോക്യുമെന്റ് ഓക്കെ, ജനറൽ ഡോക്യുമെന്റിൽ ലോഗ് ബുക്ക് വരാനാണ് ഏറ്റവും ചാൻസ് കേട്ടാ. മാച്ച് ദ ഫോളോയിങ്ങിൽ ഏതും വരാം. വളരെ ചാൻസ് കൂടുതലുള്ളത് ലോഗ് ബുക്ക് ആണ്. ഫിനാൻഷ്യൽ ഡോക്യുമെന്റിലാണെങ്കിൽ ക്യാഷ് ബുക്ക് വരാനാണ് കൂടുതൽ ചാൻസ്. എഡ്യൂക്കേഷണൽ ആണെങ്കിൽ എക്സാം രജിസ്റ്റർ വരാനാണ് ഏറ്റവും ചാൻസ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി ഒന്ന്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും. എക്യുപ്മെന്റിലാണെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്റർ ആയിരിക്കും വരാൻ ചാൻസ്. അടുത്തത് റിട്ടേൺ ഡോക്യുമെന്റിലാണെങ്കിൽ ചീഫ് രജിസ്റ്റർ വരാനാണ് കൂടുതൽ ചാൻസ്. ഇനി ഈ 13 എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്ന സമയത്ത് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്ന് ലോഗ് ബുക്ക്. ലോഗ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോഗ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഉള്ളത് റോൾ ഓഫ് കലണ്ടർ, സ്കൂൾ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. 13 ഏറ്റവും ലാസ്റ്റത്തെ അല്ലെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന് 5 മാർക്ക് കൊടുത്ത സമയമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡിവിജ്വൽ സ്റ്റഡി. ഇൻഡിവിജ്വൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ വ്യക്തി പഠനമാണ്. അത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ്. പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് മറ്റേടുന്നാണ് കേട്ടോ. അതെന്തായാലും വരാൻ ചാൻസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് പ്രോഗ്രസ് റിപ്പോർട്ട്. എവിടെയെങ്കിലും ആയിട്ട് അവർ മെൻഷൻ ചെയ്യാതെ ഇരിക്കില്ല. അത് ചാൻസ് വളരെ കാണുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ബാക്കിയൊക്കെ അത്ര ഭയങ്കര അങ്ങനെ ഇതുവരെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചായിട്ട് കണ്ടില്ല. ഹെൽത്ത് രജിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ടൈം ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈം ടേബിൾ അല്ല നിങ്ങൾ എഴുതേണ്ടത്. ടൈം ടേബിൾ മാത്രമായിട്ട് നിങ്ങൾ ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആസൂത്രണോ അങ്ങനെ എന്തോ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, പഠനാസൂത്രണോ അങ്ങനെ എന്തോ ഒന്നുണ്ട്. അവിടെ ഉള്ള ടൈം ടേബിൾ ആണ് എഴുതുന്നത്. ടൈം ടേബിളിനെ കുറിച്ച് ഒരുപാട് പഠിച്ചൊരു ചാപ്റ്റർ ഇല്ലായിരുന്നോ? ഓ മൈ ഗോഡ്, സ്റ്റഡി പ്ലാനോ? സ്റ്റഡി പ്ലാൻ.
മിസ്സിനെ കാണുന്നില്ല. ലെഫ്റ്റ് ആയ നിങ്ങൾ ആരെങ്കിലും ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്തോ ഒരു സൗണ്ട്. ഗോസ്റ്റ് വന്നതാ ഗോസ്റ്റ്. ഗോസ്റ്റ് വന്നു. ഗോസ്റ്റ് ഒന്നും അല്ലടാ. അത് ഞാൻ ഒരാളുടെ വീട്ടില് വയ്യാത്ത ഒരാളുണ്ട്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആളുടെ സൗണ്ടാണ്. ഇനി ആരാ വീഡിയോ ഓൺ ആക്കി ശരി വെച്ചിരിക്കുന്നത്? ശരി ശരി. ഹലോ, ആ കേൾക്കാമോ? എന്റെ ചാർജ് കഴിഞ്ഞായിരുന്നേ, സോറി, ആ ആ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോ അടുത്തത് ഇനി ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. എന്ത് തന്നെ വന്നാലും നിങ്ങൾ ഇത് പഠിച്ചേ ഈ പറ്റുള്ളൂ എന്നുള്ള റെക്കോർഡിന്റെ കാര്യമാണ്. ചാപ്റ്ററിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ മിസ് പറഞ്ഞു. റെക്കോർഡ്സ് എന്റെ ചോദിക്കുമ്പോൾ 13 റെക്കോർഡ് എഴുതിയാ ആ 13 എഴുതിയാ മതിന്ന്. ആ ക്ലാസ് ടൈമിൽ മിസ് പറഞ്ഞു നീ നറേറ്റീവും ക്യുമുലേറ്റീവും കൂടി എഴുതണമെന്ന് പറഞ്ഞു. എസ് ആയിട്ട് അയ്യോ ചോദിക്കാൻ. അയ്യോ അയ്യോ അയ്യോ, പാടില്ല. 13 റെക്കോർഡ്സ് അത് വേറെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് റെക്കോർഡ്സ്, ഇപ്പൊ 13 റെക്കോർഡ്സിനെ കുറിച്ചും നിങ്ങളെടുത്ത് ചോദിച്ചു. ദെൻ ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടി ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതും റെക്കോർഡ് ഇതും റെക്കോർഡ്. ആ അപ്പൊ നിങ്ങൾ അതാ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വിവിധ രേഖകൾ എഴുതണം. ഓക്കെ, ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് മറ്റേത് 13 മാത്രം എഴുതിയാ മതി. അത് 13 മാത്രം മതി. അത് വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഈ 13 എഴുതിയിട്ട് നിങ്ങൾക്ക് കൂളായിട്ട് എസ് എ പോലെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും അവിടെ വരാം. ഓക്കെ, മറ്റേത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എഴുതാനുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പഠിച്ചു വെച്ചാൽ അതിന്റെ രീതിയിൽ നമുക്ക് എഴുതി വെക്കാമല്ലോ. ഓക്കെ, അടുത്തത് വിവിധ രേഖകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉപഖ്യാന രേഖ, സഞ്ചിത രേഖ. ഇത് വരാത്ത ഒരു എക്സാം കടന്നു പോയിട്ടില്ല. ഓക്കെ, നറേറ്റീവ് ഡോക്യുമെന്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, സോറി ഡോക്യുമെന്റ്. അതായത് ക്ലാസ് മുറിക്ക് അകത്തും പുറത്തും ശിശുക്കൾ, അത് നിങ്ങളുടെ പേര് മാറിയതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ് ഒന്നും കൂടി. ഉപഖ്യാന രേഖ അഥവാ നറേറ്റീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അകത്തും പുറത്തുള്ള പെരുമാറുന്ന രീതിയെ കുറിച്ചിട്ട് അധ്യാപകർ ശ്രദ്ധിക്കുന്ന എഴുതി നോട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി ക്യുമുലേറ്റീവ് അഥവാ സഞ്ചിത രേഖ ശിശുക്കളെ കുറിച്ചുള്ള എല്ലാവിധ കഴിവുകളും, ഓൾ എബിലിറ്റീസ് ഓഫ് ചൈൽഡ് അല്ലെ, അത് നിങ്ങൾക്ക് ഇതിൽ വരുവേ, മാച്ച് ദ ഫോളോയിങ്ങിൽ വരും. ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും. അതുപോലെ ഓൾ എബിലിറ്റീസ് ഓഫ് ബേബീസ് എന്നോ അല്ലെങ്കിൽ ചൈൽഡ് എന്നോ തന്നിട്ടുണ്ടാവും. ബേബീസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ഓൾ ക്യുമുലേറ്റീവ്. എബിലിറ്റീസ്. യെസ്, അപ്പൊ ക്യുമുലേറ്റീവ് ആണ് കൊടുക്കേണ്ടത്. പിന്നെന്തായിരുന്നു? ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കും മിക്കവാറും. രണ്ടും കൂടി എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, മലയാളത്തിൽ എഴുതുന്നവർ എന്നാൽ എന്ന് പറഞ്ഞിട്ട് അടുത്തത് എഴുതിയാൽ മതി. ഒന്ന് എഴുതിയിട്ട് എന്നാൽ സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഇന്നതാന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏ അതുപോലെ ഇംഗ്ലീഷിൽ എഴുതുന്നവർ ബട്ട് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്താ, ദ ക്യുമുലേറ്റീവ് റെക്കോർഡ് എസ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഓക്കെ,
അടുത്തതെന്ന് പറയുമ്പോൾ ഇതില് വ്യക്തി പഠനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആ ഹെൽത്ത് രജിസ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്മെന്റ് റെക്കോർഡ് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ഓടിച്ചു പോവുക. ദെൻ അടുത്തത് പഠിക്കുന്നവർക്ക് പഠിക്കാട്ടോ, വിവിധ രേഖകളിൽ അഥവാ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണമല്ലോ എന്തായാലും, നന്നായിട്ട് പഠിക്കുക. അടുത്തത് റെക്കോർഡുകൾ തയ്യാറാക്കുന്ന വിധം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മിസ് ഈ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ചോദിച്ചാൽ നമ്മളിപ്പോ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഈ 4 ഇത് എഴുതണം. ക്യുമുലേറ്റീവ്, നറേറ്റീവ്, ഡെവലപ്മെന്റ് റെക്കോർഡ്, ഹെൽത്ത് രസീത്, എല്ലാം എഴുതണം. അയ്യോ എഴുതണം. വ്യക്തി പഠനം വരെ എഴുതണം. ഓക്കെ. അടുത്ത ഹൗ ഇസ് ദ റെക്കോർഡ് പ്രിപ്പയർഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ എ റെക്കോർഡ് എന്നായിരിക്കും ഉണ്ടാവുക. അത് എഴുതുക. അതും അത്യാവശ്യം മാർക്കിനുള്ളതാണ്, മുഴുവൻ എഴുതണം കേട്ടോ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കഴിഞ്ഞ തവണ ഫുൾ ഈ ചാപ്റ്ററിൽ നിന്നായിരുന്നു വന്നത് കേട്ടോ. ഇത്തവണ ചോദിച്ചായിരുന്നേ അത് എളുപ്പമുള്ള ഒരു പാടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ, എന്താ പ്രശ്നം അറിയോ? എളുപ്പമുള്ളതെന്ന് മാത്രമല്ല, ഇവര് ഇത് തന്നെ എഴുതിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാല്. നല്ല രസമായിരുന്നു. അത്യാവശ്യം എഴുതാനുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈസിയാന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കല്ലേ. ടൈം ടേബിൾ എന്താന്നുള്ളത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ടൈം ടേബിൾ? അപ്പൊ ഇതാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ടൈം ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് എഴുതേണ്ടത്. പിന്നെ നീഡോ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ കണ്ടന്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ഇന്ന് തന്നെ നമുക്ക് മാക്സിമം ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. സോറി, ഈ സബ്ജക്ട് റിവിഷൻ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കുക. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആയിട്ട് അതിലൊന്ന് ചോദ്യം വരാതിരിക്കില്ല. അഖില അറിയും മിസ് എല്ലാം ഇമ്പോർട്ടന്റ് എന്നാ പറയുന്നല്ലേ. ഇമ്പോർട്ടന്റ് ആയിട്ടാ. പക്ഷെ ചിലത് ഞാൻ ഭയങ്കര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഞാൻ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാരും കൊടുത്തതാണ്. ടൈം ടേബിൾ ഇമ്പോർട്ടന്റ്, കണ്ടന്റ് ടൈം ടേബിൾ ടൈപ്സ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതിലേതെങ്കിലും ഒന്ന് വരൂ കേട്ടാ. മാസ്റ്റർ ടൈം ടേബിൾ ആ പോയിന്റ്സ് അടക്കം എഴുതിക്കോട്ടാ, കംപ്ലീറ്റ് എഴുതിക്കും. ഓക്കെ. അടുത്തത് തത്വങ്ങളിൽ ഏതെങ്കിലും ഒരു തത്വമായിരിക്കും മിക്കവാറും ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ എല്ലാം എഴുതാൻ വേണ്ടിയിട്ടും വരും കേട്ടാ. അപ്പൊ ഇതില് നിങ്ങൾ വിചാരിക്കും ആലസ്യ സിദ്ധാന്തമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സിദ്ധാന്തമാണ് വിശ്രമോല്ലാസ സിദ്ധാന്തം. ആ ചെറുതുണ്ടല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ. അതെല്ലാ ക്വസ്റ്റ്യൻസിലും ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. അതുപോലെ പഠിച്ചു വെക്കുക. ഈ സിദ്ധാന്തമൊക്കെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു ആലസ്യ സിദ്ധാന്തമായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ. മിസ് ഇത് ഡയറക്റ്റ് ചോദിക്കത്തില്ല മിസ്? ഒരു പ്രൊജക്ട് വർക്ക് അങ്ങനെ ടൈം ടേബിൾ ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കത്തില്ലല്ലേ? ഇല്ല, അങ്ങനെ തരുവേയില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഓൺലി. ഓക്കെ. ദെൻ അടുത്തത് എന്ന് പറയുമ്പോ പ്രീ സ്കൂൾ പ്രോഗ്രാംസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. അടുത്താണ് പ്രീ സ്കൂൾ പ്രോഗ്രാംസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വഴിയായിട്ട് തന്നെ പോവാം അല്ലെ. സ്റ്റാർട്ടിങ് നോക്കുന്ന സമയത്ത് ഇത് വരാൻ ചാൻസ് ഉണ്ട്. വലിയ ചാൻസ് കാണുന്നില്ല, എന്നാലും ചിലപ്പോൾ വന്നേക്കാം. സിലബസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അവിടെ വരാനുള്ള വളരെ ചാൻസ് ഉള്ള ഒരു സാധനമാണ് മെന്റൽ ഡെവലപ്മെന്റ്. റൈറ്റ് അബൌട്ട് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് വന്നേക്കാം. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇവിടെ നമുക്ക് ഉറപ്പിക്കാം ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അത് മിക്കവാറും മെന്റൽ ഡെവലപ്മെന്റ് ആയിരിക്കും. ഓക്കെ, അതെന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇനിയാണ് ബേസിക് ആക്ടിവിറ്റീസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നത് അല്ലെ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ബേസിക് പ്രിൻസിപ്പിൾസ് അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചു വെക്കണം. അടുത്തെന്ന് വെച്ചാൽ ബേസിക് ആക്ടിവിറ്റീസ് മുതൽ അങ്ങോട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ആക്ടിവിറ്റീസ് തൊട്ട് അങ്ങോട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ പ്രീ സ്കൂൾ പ്രോഗ്രാംസ് എന്നായിരിക്കും വരിക. എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ എഴുതും ബേസിക് ആക്ടിവിറ്റീസ്, ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ്, ദെൻ ഡെയിലി പ്രോഗ്രാംസ്. ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തന പരിപാടികൾ തൊട്ട് എൻഡിങ് വരെ എഴുതേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇത് വന്നാൽ നിങ്ങൾ ഇച്ചിരി പാടുപെടും, ബിക്കോസ് അത്ര എഴുതാനുണ്ട്. പിന്നെ ചില
ചില ടൈമിൽ ഭാഗ്യത്തിന് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും. എന്താ ഡെയിലി പ്രോഗ്രാംസ്, ദെൻ പിന്നെന്താ ബേസിക് ആക്ടിവിറ്റി. ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ്, ഇത് രണ്ടും മാത്രം എഴുതാൻ മതി എന്നുള്ളത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, ചിലപ്പോൾ 3 എഴുതാൻ പറഞ്ഞാൽ 3 എഴുതണം. ഈ ബേസിക് ആക്ടിവിറ്റീസ് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ അങ്ങനെ അതും കഴിഞ്ഞു. ഓക്കെ, ഇനി വിദ്യാലയവും സമൂഹവുമാണ് ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും ഉണ്ടാകുന്നത് എന്തായിരിക്കും? അനദർ നെയിം ഓഫ് കമ്മ്യൂണിറ്റി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. 1 മാർക്കാണെങ്കിലും വെറുതെ കളയണ്ടല്ലോ. അതെന്താണ്? സൊസൈറ്റി ഓർ സമൂഹം. ഓക്കെ, മലയാളത്തിൽ ഒരു സമൂഹം കേട്ടാ, മാറിപ്പോരുത്. സമുദായം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി തന്നെയാണ്, പോയിട്ട് സമുദായം എന്ന് എഴുതരുത് കേട്ടാ. കമ്മ്യൂണിന്റെ മറ്റൊരു പേര് സമുദായം എന്ന് പറഞ്ഞാൽ അവരെന്നെ വിചാരിക്കേ ഇതതിന്റെ അർത്ഥം അല്ലേ എന്നുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദെൻ പിന്നെ അവിടെ ഇമ്പോർട്ടന്റ്, ബാക്കി എനിക്ക് തോന്നുന്നു 5ാമത്തെ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് സൊസൈറ്റി, വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ എല്ലാം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സ്കൂൾ ആസ് എ കമ്മ്യൂണിറ്റി സെന്റർ, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് സ്കൂൾ ആസ് എ കമ്മ്യൂണിറ്റി സെന്റർ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഏതിന്? വിദ്യാലയം ഒരു സമൂഹ കേന്ദ്രം എന്ന നിലയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അത് എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗ ടു ബ്രിങ് സ്കൂൾ ക്ലോസർ ടു ദ സൊസൈറ്റി ക്ലോസസ് ടു ദ സ്കൂൾ വന്നേക്കാം, അല്ലെങ്കിൽ സ്കൂൾ ക്ലോസർ ടു സൊസൈറ്റി എന്നും വന്നേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വന്നേക്കാം. ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, അത് ഏതുമാകാം. അപ്പൊ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. 1 അധ്യാപക രക്ഷാകർത്ത സംഘടന, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതൊക്കെയാണ് എഴുതേണ്ടി വരിക. ഇതും മിക്കവാറും ഇത് നല്ല മാർക്കിന് വരാറുണ്ട് കേട്ടോ, നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞാല് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കുട്ടികളുമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ പിന്നെ തുടങ്ങുന്നുണ്ടല്ലോ. അടുത്തൊരു ട്വിസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ എങ്ങനെയൊക്കെ വരവേൽക്കണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളില് ഇതില് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല സത്യം പറഞ്ഞാൽ. ഇതുവരെ ഈ ഒരു പോർഷൻ അങ്ങനെ വന്നിട്ടില്ല. എങ്കിലും നിങ്ങൾ അതൊന്നും പഠിച്ചു വെക്കുക. അതിന് കാരണം എന്താ വെച്ചാൽ അത് നോർമലി നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പഠിക്കേണ്ടയും കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കളികൾ, പ്രകൃതി നടത്താം, ഇതിനൊക്കെ ഒരു ഹെഡിങ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇതുവരെ ആ ഭാഗത്തു നിന്നൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി പറയാൻ പറ്റൂല, ഇനി മിസ് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചില്ല എന്ന് പറയരുത് കേട്ടോ, പഠിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് മേൽനോട്ടം. വെരി 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 ഇമ്പോർട്ടന്റ്. അതിനപ്പുറം ഒരു ഇതില്ല. ഓക്കെ, സൂപ്പർവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. അത് വന്നിട്ടുണ്ടെങ്കിൽ എൻഡിങ് വരെ നിങ്ങൾ, എൻഡിങ് മീൻസ് ആ ഒരു മേൽനോട്ട കാരണം, മേൽനോട്ട ഉദ്ദേശം, മേൽനോട്ട സ്വഭാവം എല്ലാം എഴുതിയാലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്നാലും അത് നോക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതില് രക്ഷാകർത്താക്കളുടെയും സമൂഹത്തിന്റെയും പങ്ക് ചോദിക്കും. അതിൽ രക്ഷാകർത്താക്കളുടെ പങ്ക് മാത്രമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിനായി സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധങ്ങളാണ് വേണ്ടത് തുടങ്ങിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയും തമ്മിലുള്ള കണക്ഷനാ. താഴെ അവിടുന്ന് മുതലാണ് പാരന്റ്സ് ഉള്ള ഒരു ഇത് പറയുന്നത് കേട്ടോ. റോൾ ഓഫ് പാരന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. റോൾ ഓഫ് പാരന്റ്സ് അല്ലെങ്കിൽ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് സൊസൈറ്റി, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അയ്യോ, എന്റെ തൊണ്ട പൊട്ടി ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പിന്നെ PTA എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ PTA ആണ് എഴുതേണ്ടത്. അതിൽ ഈ PTAയുടെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, മറ്റേതാണ് മെയിൻ PTA. പക്ഷെ ഇങ്ങനെ PTAയുടെ ഫുൾ ഫോം അധ്യാപക രക്ഷാകർത്ത സംഘടന. അത് നോക്കുക കേട്ടോ. അടുത്ത എന്താണ്? അടുത്ത ഇതില് ബാക്കി എത്ര, പിന്നെ ക്ലാസ് ടീച്ചർ, അതായത് ടീച്ചറും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ബന്ധം ചോദിക്കും. അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. സ്കൂളും രക്ഷാകർത്താക്കളും ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറും രക്ഷാകർത്താക്കളും തമ്മിലുള്ളത് എഴുതി വെച്ചവരുണ്ട്, അത് നേരെ തിരിച്ച് എഴുതി വെച്ചവരുണ്ട്. അത് ശ്രദ്ധിക്കുക. സ്കൂളും ടീച്ചറാണോ, അതിലേക്ക് കുറെ ബന്ധങ്ങൾ പറയുന്നത് കൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ സബ്ജക്റ്റിൽ പറയാനായിട്ട്. നല്ല ഭംഗിയായിട്ട് എഴുതുക. 100 മാർക്കിനായിരിക്കും മാർക്ക് ഉണ്ടാവുക, ടോട്ടൽ മാർക്ക് ഉണ്ടാവുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അതിന് ഓരോന്നിനും 1 മാർക്ക് വീതം വെച്ചായിരിക്കും ഉണ്ടാവുക. രണ്ടാമത് നിങ്ങൾക്ക് വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. നോർമൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഷോർട്ട് ആൻസർ ആയിരിക്കും. ഷോർട്ട് ആൻസറിന് പൊതുവെ 3 മാർക്കൊക്കെയാണ് ഉണ്ടാവാറുള്ളത്.
ഇനി ചിലപ്പോ 5 മാർക്കും തന്നേക്കാം, 3 മാർക്ക് അധികം പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോ സന്തോഷമാണ്. അപ്പൊ അടുത്തെന്ന് പറയുമ്പോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറാ പറയുന്നത് കേട്ടോ. അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 5 മാർക്കിനോ 10 മാർക്കിനോ പ്രതീക്ഷിക്കാം, 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അടുത്തത് പറയുമ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് 3 ഉണ്ടാവാറുണ്ട്. 3 ഉണ്ടെങ്കിൽ നിങ്ങൾ 2 എഴുതിയാൽ മതി. 2 ആണെങ്കിൽ അത് ഓർ ഉണ്ടെങ്കിൽ മാത്രം 2 എഴുതുക. ചിലപ്പോൾ 3 ക്വസ്റ്റ്യനും അങ്ങനെ തന്നാലും നിങ്ങൾ വിചാരിക്കണം മിസ് 3 എഴുതില്ലോ 2 അല്ലേ എഴുതാൻ പറഞ്ഞുള്ളൂ എന്ന് വിചാരിക്കരുത്. മാർക്കൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അത് 15 മാർക്കിനാണ് ഇതുവരെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിന് 10 മാർക്കിനാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത്തവണ ചിലപ്പോ 15 മാർക്ക് കഴിഞ്ഞതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്റെ മക്കളെ. അതുപോലെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. അത്ര എഴുതാനുണ്ട്. എല്ലാം അറിയുന്ന പച്ചവെള്ളം പോലെ അറിയുന്ന ഭാഗങ്ങളായിരുന്നു. പക്ഷെ സമയത്തിന് അനുസരിച്ച് എഴുതാൻ പറ്റണമല്ലോ. കൈ കടഞ്ഞു, പെന്നിന്റെ മഷി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് സ്കൂൾ ഓർഗനൈസേഷൻ പഠിക്കാനും എഴുതാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ സമയമാണ് പ്രശ്നം. ഒരുപാട് എഴുതാനുണ്ടാകും. അതുകൊണ്ട് വെറുതെ ടൈം കളയരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. മിസ് പിന്നെ ആ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈ ടൈം മാനേജ് ചെയ്യാം. പാരഗ്രാഫ് എത്ര പോയിന്റ്സ് എഴുതേണ്ടി അല്ലെങ്കിൽ എത്ര പേജ് എഴുതേണ്ടി വരും? പാരഗ്രാഫ് ഒരു 1/2 പേജെങ്കിലും എഴുതേണ്ടി വരും കേട്ടാ. 1/2 പേജ് 2 പുറവാണോ അതോ ഒരു പുറം ആണോ ഉദ്ദേശിച്ചത്? ഒരു പുറത്ത് 1/2 പേജ്. അത്രയെങ്കിലും 1/2 പേജിൽ കൂടിയാല് കുഴപ്പമില്ല, കുറയല്ലേ. കുറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ആണെങ്കിലും അധികം കുറക്കണ്ട. എന്താ പിന്നെ വേണ്ടേ? എസ് എത്ര എഴുതേണ്ടി വരും? എസ്സേ അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ ഒരു 8-10 പേപ്പർ എന്തായാലും ഉണ്ടാവും. ഒരു 8 പേപ്പറൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. 8-10 പേപ്പേഴ്സ് എഴുതിയ ആൾക്കാരുണ്ട്. നിങ്ങളുടെ റൈറ്റിംഗിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. ഹാൻഡ് റൈറ്റിംഗും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. കാരണം പേജിൽ കുറയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. കണ്ടന്റ് മിസ്സാവരുതെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. കണ്ടന്റ് മിസ്സാവാണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എഴുതിയ തന്നെ ഇടിച്ച തന്നെ ചതച്ചോണ്ടും ചതച്ച തന്നെ ഇടിച്ചോണ്ടും നിൽക്കണ്ട. ചില പറഞ്ഞ തന്നെ എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ച് ഈസിയാണ്. ആരും ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഞങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഇടുന്നത് അല്ലടാ, നമുക്കല്ല. അത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ പേപ്പർ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. അത് വേണ്ടായിരുന്നു. മിസ് എല്ലാം പാടത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വിടുവോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ? ഞാൻ വിട്ടേക്കാം, ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഞാൻ വിട്ടു എന്നാണ് കരുതിയിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പത്തെ ക്ലാസ്സിലെ മിസ് വിട്ടിട്ടില്ല നോട്ട്സിന്റെ കൂടെ. ഞാൻ തരാം. ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്, ആൻസേഴ്സും ഉണ്ട്. നന്നായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. വേറെ ഏതൊക്കെ സബ്ജക്റ്റിന്റെയും കൂടെ ഉണ്ടാകും. അതുകൂടി നോക്കാം. നിങ്ങൾക്ക് അതും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അയക്കുകയാണേ. ഓക്കെ. ലാസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചുകൂടി ഭാഗം ഇനി നോട്ട്സ് വിടാനുണ്ടോ മിസ്? സ്കൂൾ സൂപ്പർവിഷൻ ഒക്കെ ഞാൻ വിട്ടുതരാം കേട്ടോ. അത് നോട്ട്സിലില്ല. ഓക്കെ, നാളേക്ക് എന്നെ ഓർമ്മിപ്പിക്കും കേട്ടോ ജാസ്മിൻ. ഏൽപ്പിച്ച പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മിസ് ചെയ്യത്തതില്ലേ, കൊച്ചിൻ ചലഞ്ച് മിസ് ഓർത്തായിരുന്നു. അത് സത്യം. അങ്ങനെ ഒരാൾ വേണം ക്ലാസ്സിൽ. എന്തായാലും ഒരാൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചാലഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അത് എന്റെ റിസ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ കൊണ്ട് വലിയ ബെനിഫിറ്റോ കാര്യം നഷ്ടപ്പെടാനോ കിട്ടാനോ ഇല്ല. സോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ വേണ്ടാന്നേ പറഞ്ഞോളൂ. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ വെച്ചോ മിസ്. ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം ആവും എന്തായാലും. എക്സാം അതല്ല, നിങ്ങളുടെ മോഡൽ എക്സാമോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കാം. നോക്കാം. ഇതിന്റെ മുമ്പ് ഒരു മോഡലും കൂടി ഉണ്ടോ? അപ്പൊ യെസ്, മോഡൽ വേണ്ടേ? വേണ്ടായിരുന്നു. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് മോഡൽ. നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞൂലേ. ATTC-കാരുള്ളത് കൊണ്ടാട്ടോ നമ്മൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നേ. അതുവരെ സ്കൂൾ ഓർഗനൈസേഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇനി ചാപ്റ്റേഴ്സ് എടുക്കാന്. ആണോ? അപ്പൊ ATTC-കാർക്ക് അതൊന്നും വേണ്ട.
എടുത്ത വരെയുള്ള ക്വസ്റ്റ്യനെ ഇടുള്ളൂ എന്ന് പറഞ്ഞു മിസ് ഇംഗ്ലീഷ്. ഓക്കെ മിസ് ഉള്ളൂ കംപ്ലീറ്റ് ആവാൻ. ഒരു ക്ലാസ്സിൽ പറയാൻ പെൻഡിങ് മിസ്സിന്റെ പെൻഡിങ് 2 വർക്ക്സും കൂടെ എടുത്ത് പയ്യെ തരാന്ന്. അത് ഇപ്പൊ തരണോന്നല്ല, ഞാൻ റിമൈൻഡ് ചെയ്തതാ. ഞാനോ? ആ ഏതാടാ? പ്രൊജക്ട് വർക്ക് ഇടയ്ക്ക് തരത്തില്ലേ, ബോഡി പാർട്സ് അങ്ങനെ ഒരു തരാം. അത് 2 കൂടെ തരാനുണ്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് പറയുന്നായിരുന്നു. ഓക്കെ 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 ഫൈൻ, ഞാൻ തരാം. 2 ഇല്ലടാ, 1 ഉണ്ടാവും. ലാസ്റ്റ് ഏതാ തന്നത്? ലാസ്റ്റ് ബോഡി പാർട്സ് അല്ലേ അല്ലേ? CV തന്നില്ലായിരുന്നോ? പിന്നെ റൈം തന്നെ. അത് CV തന്നില്ല. CV തന്നില്ല. ബോഡി പാർട്സ് കഴിഞ്ഞ് പിന്നെ ഒരു റഫ് ആയിട്ട് വർക്ക് തന്നു, മറ്റേ റൈംസ് പാടി അയക്കാൻ. അത് വേറെ തന്നില്ല. ഇപ്പൊ റെസ്യൂം ഒന്നും ഉണ്ടാക്കിയില്ല അല്ലെ? ഇനി അത് 2 ആണ് അപ്പൊ ബാക്കി. ഓക്കെ അതാ ശരി, ഞാൻ ഓർമ്മ എനിക്കുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഡേ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യാ. അതിന് ട്രെയിനിങ് കഴിഞ്ഞ് തന്നാ മതി, ഞാൻ മിസ്സിനെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ജാസ്മിൻ ട്രെയിനിങ് ജാസ്മിൻ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടണം തോന്നുന്നു. അവക്കാണ് നേരമില്ല. പറയാനൊന്നും ചോദിക്കും ഇങ്ങനെയല്ലേ എന്നെയല്ലേ അത് കഴിഞ്ഞ ഇപ്പൊ ദിവസത്തിനോട് പറഞ്ഞാൽ പോലെ ഇഷ്ടംപോലെ ടൈം എനിക്ക് എടുക്കല്ലേ. ഞാൻ മറന്നു പോകും അതുകൊണ്ട്. അതായത് നമുക്കുണ്ട് അതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ജാസ്മിൻ ഒരു മറവിക്കുറവാ മിസ്സേ. ജാസ്മിന് മറവിയാ, മിസ്സിനെക്കാട്ടി കൂടുതൽ മറവിയാ. മാം ജൂൺ വരെ ടൈമില്ലേ? അപ്പൊ നമുക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തന്നാ പോരെ ഈ വർക്കുകൾ ചെയ്യാനുള്ളത്? അതങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നാ അങ്ങനെ ചെയ്യാം. അത് മതി. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും എല്ലാം കൂടി ഓവർ സ്ട്രെസ് ആണ്. ഓക്കെ, എല്ലാം കൂടി നമുക്ക് ട്രെയിനിങ് ഉള്ളിടത്തോളം വരെ ജസ്റ്റ് ഇനി അടുത്ത സെഷനിലൊക്കെ നമുക്ക് ജസ്റ്റ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഫീഡ്ബാക്ക് ലൈക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെഷൻ ആയിക്കോട്ടെ കേട്ടോ, നമ്മുടെ സ്കൂൾ ഓർഗനൈസേഷന്റെ സെഷൻസ്. കാരണം നമ്മൾ ഓവറോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യാം. കാരണം അത് ബാക്കിയുള്ളവർക്ക് എക്സ്പീരിയൻസ് ആവും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസ് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് പോസ്റ്റ് അസസ്മെന്റ് എന്ന് പറയും. പോസ്റ്റ് അസസ്മെന്റ് പിന്നെ അത് മുമ്പ് പോകുന്നതിന് മുമ്പുള്ളത്, അതുപോലെ കഴിഞ്ഞതിന് ശേഷം ഉള്ളത്, അതിന്റെ ഒരു അസസ്മെന്റ് പോലെ നമുക്ക് ക്ലാസ് മാറ്റാം കേട്ടോ. ഓക്കെ ശരി. പ്രീ അസസ്മെന്റ്, പോസ്റ്റ് അസസ്മെന്റ് അങ്ങനെ കൊണ്ടുപോവാം. ദെൻ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. Ma'am, good night. Thank you. Night. ഓക്കെ.